കിഴക്കമ്പലത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 4 BHK വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മെയിൻ ജംഗ്ഷനിൽ നിന്നും 500 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ്. അതായത് കിഴക്കമ്പലം ജംഗ്ഷൻ എന്ന് പറയുന്നത് 500 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ്. മൂവാറ്റുപുഴ എറണാകുളം ബസ് റൂട്ടിലേക്ക് 50 മീറ്ററാണ് ദൂരം വരുന്നത്. അതായത് നോക്കിയാൽ കാണുന്ന ദൂരത്തിലായിട്ടാണ് മെയിൻ റോഡ് വന്നുള്ളത്. അപ്പോൾ വീതിയുള്ള ഇന്ത്യാന റോഡാണ് ഇതിനകത്തേക്ക് വരുന്നത്. 4 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസോട് കൂടിയാണ് വീടിൻ്റെ കോമ്പൗണ്ടൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ ഈ വില്ല വന്നുള്ളത്. നേരെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. ഒന്ന് ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. ടൈലാണ് ഫുള്ള് പാകിയിട്ടുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ടൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്ത് സൈഡിലേക്കാണ്. അപ്പോൾ ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡും ഇത് വെസ്റ്റ് സൈഡുമാണ്. അപ്പോൾ ഈ 2 വശങ്ങളിലേക്കും 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നേരെ നമ്മൾ വീടിനകത്തേക്കാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ 2 ചെയർ ഇടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റും ടൈലും കൂടിയാണ് കൊടുത്തുള്ളത്. അകത്തേക്ക് കയറാം. പ്രധാന ഡോർ വന്നിരിക്കുന്നത് സിംഗിൾ ഡോർ ആയിട്ടാണ്, വടക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ. മാത്രമല്ല തടി യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാവിൻ്റെയാണ്. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വന്നു. ഇവിടെ നമുക്ക് കോർണർ സോഫ സെറ്റീസൊക്കെ ഇടാവുന്നതാണ്. കയറി വരുമ്പോൾ തന്നെ ആയിട്ടൊരു കോക്കറി ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാർ സീലിംഗ് LED ലൈറ്റുകളും വർക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നോർത്ത് സൈഡിൽ 2 പാളി ഫ്രഞ്ച് വിൻഡോ വരുന്നുണ്ട്. ഈസ്റ്റ് സൈഡിൽ 2 പാളി ജനലുമാണ് കൊടുത്തുള്ളത്. അപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടി. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസ് വന്നുള്ളത്. ഡൈനിങ് സ്പേസിലും കോക്കറി ഐറ്റംസ് വെക്കാനായിട്ടുള്ളൊരു സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് 4 ചെയറിൻ്റെ 6 ചെയറിൻ്റെ ടേബിൾ നമുക്കിവിടെ ഇടാവുന്നതാണ്. പിന്നെ സ്റ്റെയറിനടിയിൽ ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ വെച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ട് പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടവൽ റാഡ് വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു മിറർ വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുള്ള ലൈറ്റ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിൽ 3 പാളി ജനലും വന്നിട്ടുണ്ട്. TV പോയിന്റ് നമുക്ക് ഇവിടെയാണ് കിട്ടിയിട്ടുള്ളത്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. ക്ലോസ്ഡ് കിച്ചണാണ്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോബും വയ്ക്കാവുന്നതാണ്. എക്സോസ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് വെക്കാവുന്നതാണ്. ഇനി കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് വരാം. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. നമ്മളിപ്പോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്താണ്. ഇത്രയും സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗമായിട്ട് തന്നെ വരികയും ചെയ്യും. നമുക്ക് ഇവിടെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാവുന്നതാണ്. ഇനി സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഈ ഭാഗം കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. എന്തെങ്കിലും നടാനുള്ള സ്പേസും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് സൗത്ത് വെസ്റ്റ് ഭാഗമാണ്. ചുറ്റും നടക്കാനുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വീടിനകത്തേക്ക് കയറാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇതിൻ്റെ നീളം വരുന്നത് 12.4 അടി നീളവും 12 അടി വീതിയിലുമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡിൽ 3 പാളി ജനലാണെങ്കിൽ നോർത്ത് സൈഡിൽ ഓരോ പാളി വീതം ജനലാണ് വന്നുള്ളത്. ഇവിടെ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡും വന്നിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സിറയുടെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കോർണറിൽ ഒരു കോർണർ വാഷ് പീസും കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് താഴെയും കൊടുത്തിരിക്കുന്നത്. താഴെ മാറ്റ് ടൈലാണ്, വിത്ത് ഗ്ലോസിയാണ്. അപ്പോൾ ഒരു ബാത്റൂം നമുക്ക് താഴെയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. അപ്പം ഈ ഭാഗത്തായിട്ട് നമുക്ക് കബോർഡ് കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 അടി നീളവും 9 അടി വീതിയിലുള്ളതാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. നേരെ നമുക്ക് മേലേക്ക് കയറാം. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം.
താഴെയുള്ള ബെഡ്റൂമിൻ്റെ സെയിം സൈസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 10 അടി നീളവും 9 അടി വീതിയും വന്നിട്ടുണ്ട്. വെസ്റ്റ് സൈഡ് പിന്നെ AC പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. 12.25 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. കബോർഡ് വന്നിട്ടുണ്ട്. നേരെ ബാത്റൂം താഴെയുള്ള അതേ സൈസിലുള്ള ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. ബാൽക്കണിയിലേക്കാണ് വരുന്നത്. 2-3 ചെയർ ഇടാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർത്തിലേക്ക് അഭിമുഖമായിട്ടാണ് ബാൽക്കണി വന്നുള്ളത്. പിന്നെ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ചെയ്യാനുള്ള സ്പേസും കൂടിയുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇവിടെ പവർ പോയിൻറ്റ്, വാട്ടർ പോയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഓപ്പൺ ടെറർ സൈഡിലേക്ക് കയറുന്ന ലാഡർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മേലെ കയറാവുന്നതാണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കിഴക്കമ്പലം മെയിൻ ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വില്ലയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1600 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. മാത്രമല്ല 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല കിണർ വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. കോമൺ കിണറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ കിണറും കൂടിയാണ്. ഇത് കൂടാതെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും അതുപോലെ എടപ്പള്ളി ഭാഗത്തേക്കും ആലുവ, തൃപ്പൂണിത്തുറ, മൂവാറ്റുപുഴ ഭാഗത്തേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് വരുന്നത്. 60 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 4 സെൻറ്റ് ലാൻഡ് ഏരിയ, 1600 സ്ക്വയർ ഫീറ്റ്, 4 BHK. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യുക. ഏകദേശം ഒരു 5 ലക്ഷം രൂപയ്ക്ക് മേലെ നമ്മുടെ കയ്യിൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.